കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ സൂപ്പർ ഹിറ്റായ മാക് വിഷന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. മാക് വിഷൻ പാർട്ട് 2, മാക് വിഷൻ റീലോഡഡ്. ഞങ്ങളിവിടെ ഒരു BBC വാർത്ത മലയാളത്തിൽ അവതരിപ്പിക്കുന്നു. This is BBC World, putting news first. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് BBC ന്യൂസിന് വേണ്ടി എബിൻ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് എടുത്ത നടപടികളെക്കുറിച്ച് UN സെക്രട്ടറി ജനറൽ കോഫി അണ്ണൻ അതിശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി. അതേക്കുറിച്ച് ഒരു ചെറിയ റിപ്പോർട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ ബുഷിന്റെ വീട്ടിൽ ഞാനൊരു കാപ്പി കുടിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ബുഷ് എന്നോട് പറഞ്ഞു, താൻ കാപ്പി കുടിക്കണ്ട, താനത് ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ എനിക്ക് ആദ്യമേ തന്നെ ഒരു ഇൻസൾട്ട് ആയിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബുഷ് കുറച്ച് ചായപ്പൊടിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വന്നിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, താൻ തന്നെ ഉണ്ടാക്കി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് വീണ്ടും ഒരു ഇൻസൾട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ ഉടനെ പുള്ളിയെ ഒന്ന് ചെറുതായിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചു. അപ്പം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, താനൊരാളാണെങ്കിൽ എൻ്റെ കൂടെ പൂജ്യപ്പെട്ട് കളിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പൂജ്യപ്പെട്ട് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം നമ്മൾ പണ്ട് തൊട്ടേ കളിക്കുന്നത് പന്നിവലത്തും ഒക്കെ കളിക്കാറാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. പിന്നെ പുള്ളി സാറ്റ് കളിയുടെ കാര്യം പറഞ്ഞു. പിന്നെ സാറ്റ് കളിക്ക് പിന്നെ ഞാൻ പിന്നെ പോയില്ല, കാരണം നമ്മൾ പിന്നെ തോറ്റിട്ട് പിന്നെ നാണക്കേടാകണ്ടല്ലോ എന്ന് കരുതി നേരത്തെ തന്നെ ചൊല്ലിട്ടു. ഈ വർഷത്തെ ഓസ്കർ അവാർഡുകൾ വിതരണം ചെയ്തു. ഒരു ചെറിയ റിപ്പോർട്ട് ഹോളിവുഡിലേക്ക്. Hello. The Oscar award for the year 2005 goes to Saroj Kumar for his performance in the movie Udayananu Tharam. Thank you. കുട്ടിനു വരുമോ നീ? കുട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. അരുതേ പറയരുതേ, എന്റെ സ്നേഹിതയാണ്. ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾ അന്യഭാഷകളിലേക്ക് വിവർത്തനത്തിനൊരുങ്ങുന്നു. ഒരു ചെറിയ റിപ്പോർട്ടിലേക്ക്. ബാലരമ ഉണ്ടോടോ ഇവിടെ? പൂമ്പാറ്റ മാത്രമേ ഉള്ളൂ, വേണേ കളിക്കൊടുക്ക വരാം. ബാലരമ മേടിക്കാൻ വന്നിട്ട് ഇവിടെ കിടന്ന് കറങ്ങുവാണോ? ബാലരമ തരത്തില്ലെന്ന് പെട്ടെന്ന് കൊടുക്കണോ? മായാവിയുടെ കഥ എന്തായോ എന്തോ. മായാവിയെ പിടിക്കാൻ കുട്ടൂസനും ഡാഗിനിയും ഒക്കെ ശ്രമിക്കുന്നു. കുട്ടൂസനും ഡാഗിനിയും ഒക്കെ എത്ര ശ്രമിച്ചാലും മായാവിയെ കുപ്പിയിലാക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ബാലരമ കൊടുക്കണോ? എന്റെ മൊട്ടത്തല എങ്ങനെയുണ്ട്? എന്റെ താടി എങ്ങനെയുണ്ട്? ഒരാഴ്ചയായി ഷേവ് ചെയ്തിട്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത. തിരുവല്ലയിൽ മൈക്കിൾ ജാക്സണും കൂട്ടരും AR റഹ്മാൻ ഈണം പകർന്ന കാതലൻ എന്ന ചിത്രത്തിലെ ഉർവശി ഉർവശി എന്ന ഗാനത്തോടൊപ്പം നൃത്തമാടുകയുണ്ടായി. ഒരു ലൈവ് റിപ്പോർട്ടിലേക്ക്. Urvasi,
അടുത്തതായി സ്പോർട്സ് വാർത്തകൾ. ഏപ്രിൽ 2-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏകദിന മത്സരത്തെക്കുറിച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേഷ് മുഷറഫും ഇൻസമാം ഉൽ ഹക്കും ഇങ്ങനെ പ്രതികരിക്കുകയുണ്ടായി. കൊച്ചിയിലെ കളിക്ക് ഏതായാലും അഫ്രീദ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിലെ കളിക്ക് വന്നിട്ട് പുള്ളി 3 പ്രാവശ്യം കുളിച്ചെന്നാണ് കേട്ടത്, ഡെറ്റോളിട്ട്. കൊച്ചിയിലെ കളിക്ക് പിന്നെ ഞങ്ങൾ എങ്ങനെയായാലും തോക്കും. കാരണം ബാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സ്മെല്ലടിച്ച് നമ്മുടെ മെയിൻ ബാറ്റ്സ്മാൻമാരൊക്കെ ഒന്ന് ചെറുതായിട്ട് കിക്കാകും. അപ്പം നാച്ചുറലായിട്ട് ഞങ്ങൾ തോക്കാനാണ് സാധ്യത കൂടുതൽ. കൊച്ചിയിലെ കളി കാണാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കൊച്ചിയിലെ നാട്ടം കാരണം ആ വരവ് വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പം ഈടം ഗാർഡനിലൊക്കെ കളി കണ്ടേ വരാം. അടുത്തതായി കാലാവസ്ഥാ വാർത്തകൾക്കായി ജോബിയുടെ അടുത്തേക്ക്. എന്റെ പുറകിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഭൂമി. ഈ കറുത്ത് കാണുന്നതൊക്കെ ടാറിന്റെ പ്രശ്നമാണ്. അതായത് അവിടെ കുറച്ച് ടാറിന്റെ പണി നടപ്പുണ്ടായിരുന്നു. ഈ പുകയെല്ലാം കൂടെ ആകാശത്തോട്ട് പൊങ്ങി അവിടെ മുഴുവൻ കറുത്തിരിക്കുകയാണ്. തിരുവല്ലയിലെ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ അടുത്തുള്ള തോലശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും ആണെങ്കിലും നല്ല ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ടെങ്കിലും ചൂടാണ് വളരെയേറെ കാണപ്പെടുന്നത്. വെള്ളമില്ല എന്നുള്ളതാണ് മാക്ഫാസ്റ്റിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നം. മാക്ഫാസ്റ്റിന്റെ സൈഡിൽ കൂടി കുറച്ച് പശുക്കളൊക്കെ കറങ്ങി നടപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത് ലൈബ്രറിയുടെ മേളിലും അതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ മേളിലുമാണ്. ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരൊക്കെ വളരെയേറെ വേർത്തൊലിച്ചാണ് ഇരിക്കുന്നത്. ഇതോടുകൂടി ഞങ്ങളുടെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.